നമസ്കാരം, ഞാൻ രാജൻ ഗോസ്മിക്, മ്യൂസിക് ഡയറക്ടർ. സംഗീത ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ ഓർക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വലിയ ഒരു ശാസ്ത്ര മേഖലയാണ് സംഗീത ശാസ്ത്രം. ഇതിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരേണ്ട ആവശ്യവുമുണ്ട്. ഒരു പക്ഷേ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വളരെ നല്ലതായിരിക്കാം. നമ്മൾ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് തുടങ്ങിയവയിൽ ഇത്തരത്തിലുള്ള സിലബസ് കൂടി ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദകാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സംഗീതം, പ്രീ വേദിക് മ്യൂസിക്കോളജി. അപ്പം മ്യൂസിക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ പരിണാമ സംഗീത ശാസ്ത്രത്തിൻ്റെ തുടക്കം, അല്ലെ സംഗീതത്തിൻ്റെ തുടക്കം തന്നെ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വേദങ്ങൾക്ക് മുൻപ് തന്നെ ഈ നാദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നതുപോലെ തന്നെ വേദങ്ങൾ ഋഗ്വേദ കാലഘട്ടത്തിൽ നീ സ രി 3 സ്വരങ്ങൾ കൊണ്ട് അന്ന് സംഗീതം നിലനിന്നിരുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്കും മന്ത്രോച്ചാരണത്തിനും അതുപോലെ ചെറിയ ചെറിയ ആശ്വാസത്തിനും വേണ്ടിയൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ 3 സ്വരങ്ങൾ തന്നെ, ആ സ്വരങ്ങളിൽ തന്നെ ഒരു പക്ഷേ എല്ലാ ദേവാലയങ്ങളും അതിനകത്ത് തന്നെ ഒതുങ്ങി നിന്നിരുന്നു എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നീസരി നീസ നീസരി നിസരി എന്നുള്ള 3 സ്വരങ്ങളാണ് ഞാൻ പാടുന്നത്. നീസ രീസ സ രി 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 രി. അപ്പം ല ല ല ല ല ല ല. അപ്പൊ ഇതെല്ലാം മന്ത്രോച്ചാരണങ്ങളുമായിട്ടും ഒരുപക്ഷെ താരാട്ടുപാട്ടായിട്ടും നാടൻ പാട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു 3 സ്വരങ്ങളാണ്. അപ്പൊ 3 സ്വരങ്ങൾ കൊണ്ട് സംഗീതം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനല്ല. നീസരി നീസ നീസരി നീസരി നീസ നീരിസ 3 സ്വരങ്ങളാണ്. ഉത്തരേ ആത്മനാത്മാനം ആത്മാനം അവസാദയേ. ഉത്തരേ ആത്മനാത്മാനം ആത്മാനം അവസാദയേ. അപ്പോൾ എല്ലാ ജാതി മതസ്ഥർക്കും ഇത് ഉപയോഗിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. ബുദ്ധമതക്കാർ എങ്ങനെയാണ്? ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം. നീസരി നീസ രീസ നീസരി നീസ രീസ നീസരി. അടുത്തത് വേണമെങ്കിൽ ആമീൻ ആമീൻ നീരീസ. ഇതിനകത്ത് താരാട്ടുപാട്ടും നാടൻ പാട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഉറക്കപ്പാട്ട്, താരാട്ടുപാട്ട്. രാരീരാരം രാരാരിരോ രാരീരാരം രാരാരിരോ ലല്ല ലാല ലല്ല ലല ലാല 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 ലല. അപ്പൊ ഞാൻ ആ ഒരു ഋഗ്വേദ കാലഘട്ടത്തിലെ സ്വരങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വേദ കാലഘട്ടത്തിലാണ്, സാമവേദ കാലഘട്ടമാണ് സംഗീതത്തിൻ്റെ യഥാർത്ഥമായ രൂപം കണ്ടെത്തിയത് എന്ന് പ്രത്യേകിച്ച് ആ രേഖകൾ പറയുന്നു. അതുപോലെ നിസരി എന്നുള്ള സ്വരത്തോടൊപ്പം എന്ത് ചെയ്തു? ഗാരീസാനീത. അപ്പൊ ഗായും ധായും എന്നുള്ള 2 സ്വരങ്ങളുടെ വന്നപ്പോൾ അത് 5 സ്വരങ്ങളായി മാറി. 5 സ്വരങ്ങളാകുമ്പം കുറച്ചുകൂടെ വിശാലമായ സംഗീത ലോകത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ പാടി നോക്കിയാൽ ധാരാളം നമുക്ക് പാടുവാൻ കഴിയും. ക്ലാസിക്കലായാലും വെസ്റ്റേൺ ആയാലും എല്ലാത്തിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. 3 സ്വരങ്ങളുടെ 2 സ്വരങ്ങൾ വന്നു. ഗാരീസാനീധ, ഗായും ധായും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ 5 സ്വരങ്ങൾ. പിന്നെ 2 സ്വരങ്ങളുടെ വന്നപ്പോൾ മാ ഗരീസാനീധ പ, മാ ഗരീസാനീധ പ, മാ ഗരീസാനീധ പ. അങ്ങനെ സ്വരങ്ങൾ അത് 7 സ്വരങ്ങളായി മാറി. ആ 7 സ്വരങ്ങൾ എങ്ങനെ പാടിയാലും അതിൽ നമുക്ക് മകരി സാനിധാപ്പ പാടിയാലും സരിഗമ പതിനിസ പാടിയാലും എല്ലാം ഒരേപോലെ വരും. രാഗങ്ങൾക്ക് മാറ്റം വരുന്നത് അത് ശ്രുതിഭേദം ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ഏതും പറയാമ്പം സരിഗമ പദനിസ അങ്ങനെ പാടാം. സരിഗമ പദനിസ സനിധാപ്പ മകരീസ മകരീസ നിധാപ്പ മാ അങ്ങനെയും പാടാം. അപ്പൊ ഈ സ്വരങ്ങൾ എങ്ങനെ പാടിയാലും 7 സ്വരങ്ങളിൽ അവസാനിച്ചു, സപ്തസ്വരങ്ങളായി മാറി.
സരി ഗ മ പദ നീ സ സനി ദ പ മ ഗ രി സ. ഈ 7 സ്വരങ്ങളെ ശ്രുതി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്താൽ, അതായത് കുറഞ്ഞ രീ കൂടിയ രീ, കൂടിയ ഗ കുറഞ്ഞ ഗ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്വരം മാറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ രാഗഭാവങ്ങളും ഒരുപാട് ചിന്തകളും വിനയാന്വിതമായ സ്നേഹമുള്ള കരുണയുള്ള പ്രണയമുള്ള ഈ സ്വരങ്ങളെല്ലാം ആയി മാറിയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സ്വരങ്ങളെല്ലാം അങ്ങനെയാണ് മാറിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 1991 നിൽസ് എൽ വാലിൻ എന്ന വലിയ ശാസ്ത്രകാരനാണെന്ന് ബയോളജിക്കൽ മ്യൂസിക്കോളജി, സുവോളജിക്കൽ മ്യൂസിക്കോളജി, സ്യൂവോമ്യൂസിക്കോളജി, സൈക്കോമ്യൂസിക്കോളജി തുടങ്ങിയ പ്രയോഗങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മൾ അന്നേരം തൊട്ടാണ് ഇതിൻ്റെ മ്യൂസിക്കോളജി എന്താണ്, വളരെ വിശാലമായ ഒരു ശാസ്ത്ര പഠന ശാഖയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഏറ്റവും പരമപ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ബയോമ്യൂസിക്കോളജിയാണ്. മനുഷ്യരുമായിട്ടുള്ള ബന്ധം, സംഗീതവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ളത് പ്രധാനമായിട്ട് അതിൻ്റെ വിഷയം. സ്യൂവോമ്യൂസിക്കോളജി എന്ന് പറയുമ്പോൾ മറ്റ് ജീവികളുടെ പ്രതികരണം, സംഗീതം ഉണ്ടാക്കുന്ന അല്ലെ സംഗീത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സ്യൂവോമ്യൂസിക്കോളജി. അതുകൂടാതെയാണ് സൈക്കോമ്യൂസിക്കോളജി, ന്യൂറോമ്യൂസിക്കോളജി. ന്യൂറോമ്യൂസിക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ബ്രെയിനെയൊക്കെ എത്രമാത്രം ആക്ടിവേറ്റ് ചെയ്യുന്നു. ചില രാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ, ബ്രെയിൻ സ്റ്റിമുലേഷൻ നമുക്കുണ്ടാകുന്നു. അത് വളരെ പ്രധാനമാണ്. സൈക്കോമ്യൂസിക്കോളജിയെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ ചുരുക്കാം. പ്രായോഗികമായിട്ട് മനഃശാസ്ത്രത്തിൽ സംഗീത ചികിത്സയുടെ സാധ്യത. മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഡൗൺ ആകാറുണ്ട്, മനസ്സിൻ്റെ താളം തെറ്റാറുണ്ട്, മനോരോഗങ്ങൾ പിടിപെടാറുണ്ട്. ഇതിനെയെല്ലാം സംഗീതത്തിന് പിടിച്ചു നിർത്തുവാനുള്ള ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോമ്യൂസിക്കോളജി. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ബയോളജിക്കൽ മ്യൂസിക്കോളജി, ബയോമ്യൂസിക്കോളജി, സുവോമ്യൂസിക്കോളജി, ന്യൂറോമ്യൂസിക്കോളജി, സൈക്കോമ്യൂസിക്കോളജി, സൈക്കോളജിക്കൽ മ്യൂസിക്കോളജി, ഇങ്ങനെ തുടങ്ങിയ ശാഖകളെക്കുറിച്ച് അടുത്ത സിലബസിലേക്ക് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. നന്ദി.